മർച്ചന്റ് നേവിയിലേക്ക് കടന്നു വരൂ, കൈ നിറയെ സമ്പാദിക്കൂ. അതുപോലെ തന്നെ മർച്ചന്റ് നേവിയിലേക്ക് കടന്നു വരൂ, നിങ്ങൾക്ക് ലോകം ചുറ്റിക്കാണാനുള്ള അവസരമാണ്. മർച്ചന്റ് നേവിയിലേക്ക് കടന്നു വരൂ, 6 മാസത്തെ വെക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതെല്ലാം തീർത്തും മണ്ടത്തരങ്ങളാണ്. ഇതിനെപ്പറ്റിയുള്ള ഓരോ ഡിസ്കഷൻ ആയിട്ടുള്ള വീഡിയോ ആണ് ഇനി നമ്മളുടെ ചാനലിൽ ഉണ്ടാവുന്നത്. ഇതെല്ലാം മർച്ചന്റ് നേവിനെ പറ്റിയുള്ള കുറേ മിത്സ് ആണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾ മർച്ചന്റ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതം 6 മാസം കരയിലും 6 മാസം കടലിലുമാണല്ലോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. മർച്ചന്റ് നേവിയിലേക്ക് ഉള്ള ജോബ് അങ്ങനെയല്ല, അത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണയാണ്. മർച്ചന്റ് നേവിയിലുള്ള ടോപ്പ് 4 ഓഫീസേഴ്സ് ആയ ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയർ, ചീഫ് ഓഫീസർ, ഈ റാങ്കുകൾക്ക് 4 മാസത്തെ കോൺട്രാക്റ്റും അതുപോലെയുള്ള ബാക്കിയുള്ള ഓഫീസേഴ്സിന് 6 മാസത്തെ കോൺട്രാക്റ്റും, റേറ്റിംഗ്സ് അല്ലെങ്കിൽ ഷിപ്പിലെ ക്രൂവിന് 9 മാസത്തെ കോൺട്രാക്റ്റുമാണ് ഷിപ്പിംഗ് കമ്പനികൾ നോർമലായിട്ട് കൊടുക്കുന്നത്. അതായത് ഈ ഒരു ജോബ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ്. അപ്പോൾ ഈ ഒരു ജോബിന് ഈ ഒരു കോൺട്രാക്ട് ബേസ്ഡ് പീരീഡിലാണ് നമ്മൾ ഈ ഒരു 6 മാസം അല്ലെങ്കിൽ 9 മാസം അല്ലെങ്കിൽ 4 മാസം നമ്മൾ ഷിപ്പിൽ വർക്ക് ചെയ്യുകയും അതിനുശേഷം നമ്മൾ നാട്ടിൽ വരുവാണ് ചെയ്യുന്നത്. ഈ നാട്ടിൽ വന്ന ശേഷം നമുക്ക് എപ്പോഴാണോ തിരിച്ച് ജോയിൻ ചെയ്യേണ്ടത് അതനുസരിച്ച് നമ്മൾ കമ്പനി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതനുസരിച്ച് വേക്കൻസി വരുന്നതനുസരിച്ച് കമ്പനീസ് നമ്മളെ വിളിക്കുന്നു. ഇതാണ് ഈ ഒരു ജോബിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അല്ലാണ്ട് 6 മാസം നിങ്ങൾക്ക് ശമ്പളത്തോടു കൂടിയ ലീവ് കിട്ടുകയോ അല്ലെങ്കിൽ 6 മാസമാണ് നിങ്ങളുടെ ലീവ് എന്നൊക്കെ വിശ്വസിക്കുന്നത് തീർത്തും ഒരു തെറ്റിദ്ധാരണയാണ്. ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ട്. അത് അവരുടെ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞു വരുത്തുന്നതാണ്. ഇങ്ങനെ ലോങ് ടൈമിലല്ല നമ്മുടെ ലീവ് എന്ന് പറയുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ കുറേ മിത്സ് ആണ് മർച്ചന്റ് നേവിനെ പറ്റി. ഇപ്പോൾ സെക്കൻഡ് ഇയർ റാങ്കിലൊക്കെ പറയുന്ന ആൾക്കാർക്ക് 4 മാസത്തെ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ കമ്പനി അലോട്ട് ചെയ്യുന്ന ലീവ് എന്ന് പറയുന്നത് ഒരു 2 മാസമാണ്. അതായത് 4 മാസ കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഹാഫ് പീരീഡ് 2 മാസമാണ് ലീവ്. ഇപ്പോൾ ബാക്കിയുള്ള എഞ്ചിനീയേഴ്സ് ഓഫീസേഴ്സിനൊക്കെ 6 മാസത്തെ കോൺട്രാക്റ്റ് ആണെങ്കിൽ 3 മാസമാണ് അവർ ഉദ്ദേശിക്കുന്ന ലീവ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ശരിക്കും പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു ലോങ് ടൈം ലീവ് എടുക്കാം, ദർ ഇസ് നോ ഇഷ്യൂസ്. നിങ്ങളൊരു 6 മാസമോ അല്ലെങ്കിൽ 8 മാസമോ ഒരു കൊല്ലമൊക്കെ നിങ്ങൾ നാട്ടിൽ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ 8 മാസം നിങ്ങൾക്ക് ശമ്പളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കൊല്ലം നാട്ടിലിരിക്കാം, പക്ഷേ തിരിച്ചു വരുമ്പോൾ കമ്പനി വിളിക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള നിങ്ങൾക്ക് ഈ ഒരു ഇത്ര നാൾ വീട്ടിൽ ഇരുന്നതിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ അതിന് വേണ്ടി ആ കോഴ്സ് ചെയ്യുക ഈ കോഴ്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കമ്പനീസ് നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തും. അപ്പോൾ ഇങ്ങനെ ലോങ് ലീവ് എന്നൊക്കെ പറയുന്നത് വെറും വ്യാമോഹമാണ്. അതുപോലെ തന്നെ പല കമ്പനികളും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ലീവ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വെയിറ്റിംഗ് ആണ്. ഈ ലീവ് എന്ന് പറയുന്നത് ഈ ജൂനിയർ റാങ്കിലൊക്കെ സത്യം പറഞ്ഞാൽ 6 മാസത്തെയും 8 മാസത്തെയും ഒരു കൊല്ലമൊക്കെ വെയിറ്റിംഗ് പീരീഡാണ് വരുന്നത്. എല്ലാവർക്കും കപ്പലിൽ പോകണം, പക്ഷേ കപ്പൽ കിട്ടുന്നില്ല. അതിനെയാണ് ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. കാരണം വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ വിളിക്കുള്ളൂ. ഈ ടോപ്പ് 4 റാങ്കുകൾക്ക് എപ്പോഴും വേക്കൻസീസ് ഉണ്ട്, ബാക്കിയുള്ള റാങ്കുകൾക്ക് എപ്പോഴും വേക്കൻസി ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ഡിമാൻഡ് ഈവൻ ടോപ്പ് 4ന്റെ റാങ്കിന്റെ വേക്കൻസി എപ്പോഴും വേക്കൻസീസ് ഉണ്ടാവുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതെല്ലാം